sides of no. My body's doing fine. Ears are ringing still, I hear no sound at all. At all. Shattered little pieces scattered round, 1,000 maybe more. And as I reassemble one by one, I know. Life is beautiful around me, around me. All I want is here and now, here and now. Everything is on again. The universe and all of her unknowns been welcoming to me. Say you are not alone, where you've been, where you're going, where are you going? Life is beautiful around me, around me. All I want is here and now, here and now. Why does still my arms are open, my heart is open. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് ചുവടുകളെ അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ ദൈവകൃപയിൽ ഞാൻ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കലുവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്കാരോഷിച്ചു പോലെ ഞങ്ങളോട് ശക്തി കൃപറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വരയ്ക്കുമ്പോ സ്വർഗീയ മണവാള തമ്പുരാനെ നീ സഭയെ വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നുവല്ലോ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ മകനെയും കുടുംബാംഗങ്ങളെയും മകളെയും കുടുംബാംഗങ്ങളെയും ഇരു കുടുംബങ്ങളെയും മാതാപിതാക്കന്മാരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സഭയെ സ്നേഹിച്ചതുപോലെ ആ സ്നേഹം മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുവാനും മനസ്സിലാക്കുവാനും ഭാരങ്ങളെ വഹിക്കുവാൻ തക്കനിടയാക്കണമേ.
സ്വന്തം ജീവിതത്തെക്കാൾ ഉപരി പങ്കാളികളുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്ന ത്യാഗ മനോഭാവം അവർക്ക് ചൊരിഞ്ഞു കൊടുക്കണമേ. ഈ മണവാളം പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമാ തിരുനം നടക്കാനിരിക്കുന്ന കൂതാശകളിലും സൽക്കാരങ്ങളിലും ചടങ്ങുകളിലും യാത്രകളിലും തിരുസാന്നിധ്യം കൂടി വഴി നടത്തണമേ. ഇവരെല്ലാം ആവശ്യമിക്ക കിരീടങ്ങൾ പരിശുദ്ധമാൻ്റെ ആവാസമുണ്ടായി ഈ മക്കളുടെ കുടുംബജീവിതത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യഥാർത്ഥ കാർമീയനായിരുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിതാക്കന്മാർ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തക്ക തുണയെ നൽകി അത് കുടുംബജീവിതത്തെ വാഴ്ത്തി അനുഗ്രഹിച്ചതുപോലെ തമ്പുരാനെ ഈ മക്കളുടെ കുടുംബജീവിതത്തെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കാനാവിലെ കല്യാണ ഹോട്ടത്തിലെ കുറവ് പരിഹരിച്ച നാഥ ഇരു കുടുംബങ്ങളെയും കുറവുകൾ പരിഹരിച്ച് നിറവിനാ നിറയ്ക്കുമാറാകണമേ. നിന്റെ സ്ലീബ കോട്ടയാ തീരണമേ. പരിശുദ്ധ മാലാഖമാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നമ്മുടെ മാതാപിതാക്കന്മാരെ സംബന്ധിക്കുന്ന ഓരോരുത്തരെയും തിരുമുമ്പാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാത്തു പരിപാലിച്ചു കൊള്ളണമേ. എല്ലാ നന്മകളും എല്ലാ കൃപകളും ചൊരിഞ്ഞു കൊടുക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ വറിക്കുമോർ പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതന പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധം ആവാസത്തെ വിവാഹകൂദാശയോടും ഈ മക്കളുടെ കുടുംബജീവിതത്തോടും ഇപ്പോഴെല്ലായ്പ്പോഴും നാളും എന്ന് വന്നേക്കൊണ്ടായിരിക്കും ചെയ്യുമാറാകണമേ. You were the one that I found. Solavanda solitepo. Why didn't you tell me enough? Solavanda solitepo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. Walking down the way that I found. In the ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. ശ്രേഷ്ഠരെ, മണവാളൻ റോണിറ്റ്, മണവാട്ടി ബിനൂഷ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ചർച്ചക്കാരായി ഈ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദേവാലയത്തിൽ എത്തിയിട്ടുള്ള ഏവരുമേ ഒരു വിവാഹ കൂദാശയിലൂടെ നമ്മൾ സംബന്ധിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തിൽ ആണ്. വിവാഹ കൂദാശകളിൽ മറ്റു കാര്യങ്ങൾക്ക് സന്തോഷമില്ലെന്നല്ല, എന്നാലും നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ പുതിയ ഒരു തലത്തിലേക്കുള്ള ജീവിത പ്രവേശനത്തിൽ അതിൻ്റെ ഭാഗവാക്കാവുന്നു എന്നതുകൊണ്ടും നമ്മുടെ പ്രതീക്ഷകൾക്കനുസൃതമായി പ്രിയ മക്കളുടെ ജീവിതം മുൻപോട്ട് പോകുന്നു എന്നതുകൊണ്ടും നാം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ മണവാളനും മണവാട്ടിയും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ വളരെ പ്രതീക്ഷയോടുകൂടെ ആണ് നിൽക്കുന്നത്. അവർക്ക് മാത്രമല്ല, ഇരുവരുടെയും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം വലിയ പ്രതീക്ഷകൾ ഉണ്ട്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ ഒരു ദമ്പതിമാരെ പറ്റി പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. സക്കറിയാ പുരോഹിതനും എലിസബത്തും അവരുടെ ചരിത്രത്തെക്കാൾ ഉപരിയായി അവരെ പറ്റി അവിടെ പ്രതിപാദിക്കുന്ന ഒരു 1-2 സെന്റൻസ് ഉണ്ട്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും
സകല ദൈവ കൽപ്പനകളും പ്രമാണിക്കുന്നവരും ആയിരുന്നു എന്ന് ആ ദമ്പതികളെക്കുറിച്ച് പറയുകയാണ്. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും സകല ദൈവിക കൽപ്പനകളും പ്രമാണിക്കുന്നവരും ആയിരുന്നു എന്നവരെക്കുറിച്ച് പറയുന്നു. അവരെ നമുക്കറിയാം. എന്നാൽ ഈ രീതിയിലുള്ള ഒരു ജീവിതം കൊണ്ട് അവരുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ ചില പ്രതിസന്ധികളിലൊക്കെ ദൈവം ഇടപെടുകയും സാധ്യമല്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ ലഭ്യമാകുകയും ചെയ്തു. എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് അതാണ്. കൽപ്പനകൾ പാലിക്കുന്നവരും ആണ് എങ്കിൽ മനുഷ്യ ജീവിതത്തിൽ ശരീരത്തിലായിരിക്കുന്നവർക്ക് പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ക്ലേശങ്ങൾ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആ പ്രയാസങ്ങളെ തരണം ചെയ്യുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപ നിങ്ങൾക്ക് ലഭ്യമാകും. ആയതിനാൽ ഇവിടെ വെച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ദൈവകൃപ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ആയുസ്സിൻ്റെ അന്ത്യം വരെ നിലനിൽക്കുവാൻ തക്കവണ്ണം രണ്ടു നേരവും പ്രാർത്ഥിക്കുക. ബിനൂഷ കുമ്പസാരിച്ച അവസരത്തിൽ ഞാൻ ബിനൂഷയോട് ഓർപ്പിച്ച കാര്യമാണ് ഇപ്പോൾ പൊതുവായി പറയുക. പലപ്പോഴും കല്യാണത്തിൽ പ്രസംഗിക്കുമ്പോൾ പറയുകയും ചെയ്യുന്ന കുടുംബമായി നിങ്ങളെല്ലാവരും ഇരുവരുടെയും ഭവനത്തിലായിരിക്കുമ്പോൾ മാതാപിതാക്കളോടൊക്കെ ചേർന്ന് പ്രാർത്ഥിക്കും. എങ്കിലും സന്ധ്യയിലും പ്രഭാതത്തിലും നിങ്ങളുടെ മുറിയിൽ നിങ്ങൾ തന്നെ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ എങ്കിലും പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തണം. അതിന് കാരണം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ യാക്കോബൊക്കെ ഗോത്രപിതാവൊക്കെയാണ്. എന്നാൽ വളരെ വളരെ സമ്പത്തും സർവകാര്യങ്ങളും നേടിയിട്ടും യാക്കോബിന് ചില കാര്യങ്ങൾക്ക് ദൈവകൃപ ആവശ്യമായിരുന്നു. അതായത് ലഭ്യമായതെല്ലാം അനുഭവയോഗ്യമായി തീരുവാൻ ദൈവകൃപ ആവശ്യമായിരുന്നു. അതുകൊണ്ട് നമുക്കിപ്പോൾ പഠിക്കുവാൻ സാധിച്ചു, നല്ല ജോലി ലഭ്യമായിട്ടുണ്ട്, ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അതെല്ലാം അനുഭവയോഗ്യമായി തീരുന്നത് ദൈവ കൃപയോടുകൂടിയാണ്. അതുകൊണ്ട് ഇവിടുന്ന് ലഭിക്കുന്ന ദൈവകൃപ എന്നെന്നും നിലനിൽക്കുവാൻ ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനയോടൊപ്പം ഭർത്താവായി ഭാര്യയായി നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സഭ നിഷ്കർഷിച്ചിട്ടുള്ള കൂദാശകൾ, അതായത് ഞായറാഴ്ചകളിലും മോറാനായ പെരുന്നാളുകളിലും സംബന്ധിക്കുവാൻ പ്രത്യേകം താല്പര്യം കണ്ടെത്തണം. സഭയുടെ നോമ്പുകൾ അത് പാലിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ സഭയോട് ചേർന്ന് ഉത്തമ കുടുംബ ജീവിതം നയിക്കുവാൻ, ഉത്തമ ദമ്പതികളായി തീരുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ അവരെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനമുള്ളവരായി വളർത്തി അവരെ ലക്ഷ്യസ്ഥാനത്തെത്തി അത് കണ്ട് ആനന്ദിപ്പാണ്ടക്കോണം ദൈവകൃപ നിങ്ങൾക്ക് ലഭ്യമാവട്ടെ. റോണിത്തിനോടും ബിനൂഷിനോടും നല്ല മക്കളായി, നല്ല ഭാര്യ ഭർത്താക്കന്മാരായി ജീവിപ്പാൻ പരസ്പര സ്നേഹത്തോടും ത്യാഗമനോഭത്തോടും വിട്ടുവീഴ്ചയോടും കൂടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം ഇടയാകണം. എനിക്ക് രണ്ടുപേരെയും നന്നായി അറിയാം. ജൂൺ മാസം മുതലുള്ള പരിചയം ആണ് ബിനൂഷയുമായിട്ടുള്ളത്. റോണിത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെയായി അറിയാമെങ്കിലും കൂടുതൽ മാതാപിതാക്കളുമായി ഈ വിവാഹത്തോടു കൂടി ചേർന്ന് മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. കുഴിമറ്റംപള്ളി വികാരിയായിരുന്നു എന്നുള്ളതും ഇപ്പോൾ ഓർക്കുന്നു. ബിനൂഷ ഞാൻ മുമ്പ് പറഞ്ഞ ആ പ്രതീക്ഷകളൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. റോണിത്ത് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ താങ്ങും തണലുമായി പ്രയാസത്തിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും സാരമില്ല എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഒരു ഉത്തമമായ ഭാര്യയെ റോണിത്ത് പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ച് ഉയരുവാൻ തക്കവണ്ണം ബിനൂഷയ്ക്ക് സാധിക്കണം. ബിനൂഷയും അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ ഇവിടെ നിൽക്കുന്ന പ്രതീക്ഷ എന്നെ മനസ്സിലാക്കുവാനും ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും എന്നോട് ചേർന്ന് നിൽക്കുന്ന, എന്നെ സംരക്ഷിക്കുന്ന ഒരു ഭർത്താവ് എന്ന് റോണിത്തിനിൽ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയ്ക്ക് ഉയരുവാൻ റോണിത്തിനും സാധിക്കണം. പ്രത്യേകിച്ച് ബിനീഷയെ കൂടുതൽ കരുതേണ്ട സാഹചര്യം ഉണ്ട്. അത് റോണിത്തിന് ഞാൻ പറയാതെ തന്നെ അറിയാം. അങ്ങനെ പരസ്പരം സ്നേഹത്തോടും ഇനി മുതൽ എൻ്റെ കാര്യങ്ങളില്ല, നമ്മുടെ കാര്യങ്ങൾ, ഇങ്ങോട്ട് കയറി വരുന്നിടം വരെയേ ഉള്ളൂ എൻ്റെ കാര്യങ്ങൾ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇനി എല്ലാം നമ്മുടെ കാര്യങ്ങളാണ്. റോണിത്തിൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പോലെ തന്നെ ബിനൂഷയുടെ ഭവനത്തോടും ചേർന്നുള്ള കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളാണെന്ന് തിരിച്ചും അങ്ങനെ ഒരുമിച്ച് ഉത്തമ കുടുംബജീവിതം നയിപ്പാൻ നിങ്ങൾക്കിടയാകട്ടെ. വന്നു ചേർന്നിരിക്കുന്ന വൈദിക ശ്രേഷ്ഠർ എല്ലാവരുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും എല്ലാവരുടെയും പേരുള്ള ആശംസകൾ നേരുന്നു. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെയും അഭിയുന്നതനായ പാറാട്ട് തിരുമേനിയുടെയും ഒക്കെയും മധ്യസ്ഥതയാൽ ദൈവകൃപ പ്രാപിച്ച് ഉത്തമ ദമ്പതികളായി
ദേവാലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുവാൻ നിങ്ങൾക്കിടയാകട്ടെ. ആശംസകൾ, പ്രാർത്ഥനകൾ, വാക്കുകൾ ഉപസംഹരിക്കും. ആശംസകൾ അറിയിച്ച വധുവിൻ്റെ വികാരി കൂടിയ വന്ദനായ പി കെ കുര്യാക്കോസ് അച്ഛനുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ അനുഭവം വഹിക്കാൻ കടന്നു വന്ന എല്ലാ വൈദ്യശ്രേഷ്ഠരെയും എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂദാശ ആരംഭിക്കാൻ പോവുകയാണ്. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന മശിഹാരാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്കൃത്യങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിങ്ങളെ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും ഇന്നത്തേക്കും ചെയ്യപ്പെടുമാറാക്കണമേ. ആമേൻ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നെ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസ്സാക്ഷിയെ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര വിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും എൻ്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ ദൈവമേ, നിന്റെ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബൗദ്ധത്തിൻ പ്രകാരം എൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ പാപങ്ങളെ വെളിപ്പാക്കണമേ. എന്റെ പാപങ്ങൾ ഓർമ്മിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പ് തിന്മകള ഞാൻ ചെയ്തു. അതും നിന്റെ വാനത്തിൽ നീ നീതിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ അന്യായത്തിൽ ഞാൻ ഭവിച്ചു. പാപങ്ങൾ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. ഞാൻ വെണ്മയാകും. ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എൻ്റെ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെയും മായ്ച്ചു കളയണമേ.
നിന്റെ ദൈവബലിനെ തള്ളിക്കളയരുതേ. നിന്റെ വിശുദ്ധാത്മാവിൽ കടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവ് എന്നെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്കലേക്ക് തിരികെയും ചെയ്യും. നിന്റെ രക്ഷകമായ ദൈവമേ, രക്തത്തിൽ നിന്നെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ നാമത്തിന് നീതിയെ സ്തുതിക്കും. കർത്താവേ, എന്റെ അതിരുകളിലേക്ക് തുറക്കണമേ. എന്റെ വായിലെ സത്യപ്രമാണം എന്തെന്നാൽ ബലികളുടെ അപ്പോൾ നീതിപരനും ഹോമങ്ങളും ഇഷ്ടപ്പെടും. അപ്പോൾ ബലിപീഠത്തിലെ കാലുകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ മിന്നോലം വാദാമൽ പോലും വൽബീനാമേ. ആദിലശ്യമായോനേ പാമസാബുലറമോനേ. ആദുലസിൻ സുദസോഗോദാ മശീഹോ വലേറഹവേ. രക്ഷകനേ വൈദിക തിരുനാമത്തിൽ നൽകിയിടും മോതിരഘോഷകളെ സദയം വാസ്തോക തൃക്കയ്യാ. മോതിരമരുളി തിരുസഭയെ മശീഹാ വീട്ടപ്പോൾ പരിപാവന തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവളും മോതിരമതിനാൽ കൊലയിലും താമാ രക്ഷിതയാൽ. അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ നേടട്ടെ. മാറക്കുമോ മിന്നോലം വാദാമൽ പോലും വൽബീനാമേ. മാനവർ വന്നിച്ച വാഴ്ത്തി പാടുന്ന രഹസ്യം സംഭോജ്യം താതാ ജറൂഹാ മുറിയോറാഹി മേലൈനുവദാ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ അങ്ങയുടെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലമായുഷ്കാലം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐക്യമന്ത്യം ഇവരിലുണ്ടാകുകയും ചെയ്യണമേ. മിന്നോലം വാദാമൽ പോലും വൽബീനാമേ. ഉപമതനാൽ ശ്രീമോൻ സന്നാദേവം ചാരുഭി പാരം നീ ശ്രാദ്ധിക്കും പ്രിയദേവൻ. ഇന്നാഥം 10,000 പൻമൂന്നാവാടിസനായേ. സുബ്രഹ്മണ്യാക്കോവിൻ ലതയിൽ രക്തം നൽകി തൈലത്തിൽ മൃദുലം ലബനോത്താരകളിൽ പാർക്കിലിവൻ ദൈവസമൻ. വിശ്രുതനാമിവനെ നാം വാഴ്ത്തിയിടുന്നു. ബർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും
യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാത്ത എല്ലാ നല്ല ഔന്നത്യങ്ങളും നിത്യം ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തൻ്റെ വിജയരക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് വരനായി തീരുകയും അശുദ്ധ പിശാചുക്കളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സ്വജാതികളെയും ദീർഘദർശിമാരെയും സ്ലീഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാവുന്നു. തൻ്റെ ദാസരുടെ മോതിരം വാഴ്വിൻ്റെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ആയുസ്സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. പറക്കുമോർ മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന അവയ്ക്ക് അധീനനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവിക അനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവമേ, നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാദ്യന്തമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അധീനനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദയവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വവസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിന് വിവാഹ നിശ്ചയം നടത്തി അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീരരക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിന് നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണ നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷം മോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ ഈ മണവാളനും പുത്രിയായ ഈ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറേന്മാരും മാലഹമാരും ഇടവിടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന ആ സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, തിരുമുമ്പാക സന്നിഹിതരായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും തിരുമുമ്പാകെ നിന്ന് ഇടവിടാതെ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്കുമോർ ഹോശോ അബ്കുല സുബാൻ
ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും എന്നേക്കും നാം കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പരിപാവന സഭയിൽ മാനോത്താന്തൻ വീട്ടൊരു വീരൻ ശീമോന്യോരന്നാരെന്നിവരെ ആഹ്വാനം ചെയ്വം നീടൻ ഭരണം ശീമോനെ സുവിശേഷം യോഹൻ ൊരു സഭയെ നിങ്ങൾ സംരക്ഷിക്കും പാലിക്കുമോ? സഭയെ ഭയമെന്തി ഉള്ളിൽ ക്ലേശം ലേശം വേണ്ട അപരവിധി മോഹിക്കാത്തതിനാൽ നിന്നെ ഞാനും കൈവെടിയില്ല ലോക ഭിന്നവസാനത്തിൽ പായും വാനുമഴി വാഴും നീയാവസന്നെ പ്രജവിമലാത്മാവി ദേഹം പാർത്താൽ നിന്നോടോ പ്രതിനിഷ്ഠയും വെടിപ്പുമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സത്യമണവാളനായുള്ളവയും തിരുവുമ്പാകെ നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി നിന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്നും സുഹൃത് നടപടികളാകുന്ന മധുരപരിവളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിനും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാക്കണമേ. ഓശോ വബുകുല സുബ്ഹാനൽ തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാ സന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത്തുകൈ കരുണയോടെ നിങ്കിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടു കൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായ ഈ വലങ്കയും ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തുകൈ അദൃശ്യമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹന്മാർ നിന്ന പോലെ ആചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള
ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും നീ സ്തുതി കരേറ്റുകയും ചെയ്യുമാറാകട്ടെ. ഹോശോ മറിക്കുമ്പോ വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ മശിക മൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പരം വാദിച്ച് കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാക്കി ഇവർ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകി പരിപാകതയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കി ചെയ്യട്ടെ. സഹാക്കിന്റെയും റിബേക്കായുടെയും വാദിച്ചത്തെ സ്വർണ്ണാഭരണങ്ങളെ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാള് തന്റെ ഷിയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അശ്വമാ മനോഹര ഭൂഷണങ്ങൾ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യമുള്ള ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായിട്ട് സ്നേഹാഗ്നിയുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷേമ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുരൂലമാശൂഷാൻ പുഷ്പങ്ങളാൽക്കാ സൗരഭമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കള ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന് നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഇവരെ കാത്തുകൊള്ളി ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധി നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്പലസ്ഥിരവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിന്റെ മഹിമയുടെ മുമ്പാ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെ സൗഭാഗ്യകാലങ്ങളെ നൽകണമേ. സൽപ്രവൃത്തികളാണ് സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അതിന് അവകാശമായി നൽകുവാൻ കൃപ ചെയ്യണമേ. ഈ വിരുന്നിനാ ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ അനുകരണകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീഭായാൽ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാപുത്രനും പരിശുദ്ധരുഹായുള്ളവേ, ഞങ്ങൾ എല്ലാവരുടെ മേൽ നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യണമേ. മറിക്കുമോർവശോ വീട്ടൊരു മണവാളൻ തന്നെ സൃഷ്ടികളതിലതിശയമാതു മഹിമയടിഞ്ഞു ഞാൻ ധന്യ. മോതിരമായ Murió la gente,
ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ ബുദ്ധിമുട്ടിന് 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവേ, സ്നേഹിതരെ, വിവാഹോദാശയുടെ 1-ാം ഭാഗം മോതിരം വാഴ്വിൻ്റെ ശുശ്രൂഷ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 2-ാം ഭാഗം കിരീട വാഴ്വിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. അനുഗ്രഹങ്ങളും കരുണയും ലോകങ്ങളിലും നിങ്ങൾക്കും ചെയ്യപ്പെടുമാറാകണമേ. ആമേൻ. അനുസൃതമായ വിരുന്നിനും അഴിവില്ലാത്ത മണവർഗി ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ അങ്ങയുടെ നിത്യമായ സന്തോഷങ്ങളിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോശോ ബാബുകുൽ സുബ്ഹാൻ വൽമീൻ. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ ദൈവം തൻ ബഹുകൃപയാ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാ നിന്റെ നൽവരണ്ടായി ശ്രേഷ്ഠാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യ കൽപ്പനകളുള്ള കൊണ്ട് ഇവർ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിസരമായുള്ളവേ, സന്തോഷവും ഉല്ലാസങ്ങളോടുകൂടെ ഇവർ നിനക്ക് സ്തുതിപാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ अब है लकुन हदे मलको हालेलुया हालेलुया बब फुरकोन कुदूस रब्बोई वीकदकादम सैब सोतब सो
ബഹുല ബോല പ്രോവൽ റോഹോ കാദീശോ മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടവിടാതെ കരേറ്റുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കി തീർക്കണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും നന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂ മാലാകമാർ തന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദന്ത്യവദനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദയതോ നീ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോടെ സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിനു സ്തുതി. അവിടുത്തെ ദാസന്റെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും അടിയാടി ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാവുന്നു. ബുക്കുലഹോനിയവുമോ സ്വതായ സ്വർഗീയ സേനകളും ഭയന്നു കുറച്ചുകൊണ്ട് മഹത്വപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഗ്നിവായന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതീങ്കൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, അവന്യമായ നിന്റെ കൃപാപ്രവാഹത്താലും നിസ്സീമമായ നിന്റെ ദയാലും നിസാരന്മാരായ ഞങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് അയച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളും മുത്തവരായിരിക്കാനും അക്കൗണ്ട് ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തെ തന്നെ ചരിക്കുവാൻ തക്കോണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളുമാറാകണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാക്കണമേ. കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തേക്ക് അടുത്തു വരുവാനും ശപിക്കപ്പെട്ടവനായ സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കോണം അവരുടെ ഹൃദയങ്ങളിൽ നീ സംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെ ഇവരെയും നിന്റെ ആത്മീയ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ.
ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ മരിച്ചുപോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരായത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഭേ സകല വിഹംസമുഖി നീ ശ്രീമായ വന്നിപ്പതിനാൽ രാജാവാശിഹ ഹല്ലേലൂയ ആകുന്നു നിന്നെ പാലിക്കുമോ ഹല്ലേലൂയ സഭയോടും തന്റെ മൂന്ന് കോട്ടകൾ ചുറ്റുന്നു വഞ്ചകനാം ദുഷ്ടാത്മാവിൻ ഉള്ളിൽ ചവയാ അന്യോന്യം മൂന്നും കോട്ടകളിടയിൽ സ്ഥലമില്ല പാർക്കാൻ നാദസുധാമലരൂഹായ ഈകൾക്കും ത്രീക്കും മഹിമേഴും മണവാട്ടി സമം ഹല്ലേലൂയ ഹല്ലേലൂയ കൊത്തിനെ പട്ടണത്തിലെ കല്യാണ വിരുന്നിനാൾ ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റി ചെയ്ത മനുഷ്യ സ്നേഹി സാക്ഷാൽ സത്യമണവാളമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ ബലിപീഠത്തിന് മുമ്പ് തലകുനിച്ച് നിൽക്കുന്ന ഈ ദാസരെ ഈ സ്വന്തം അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതാ നിന്റെ വലത്തീരുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമാതിന്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ ഇവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയറ്റുകയും ചെയ്യുമാറാകണമേ. മാറിക്കുമോർ ഓശോ വബുക്കുലശുവാനവൻ സർവദാ സർവ്വത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കുവാൻ വേണ്ടി തന്നെ താൻ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകുകയും വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റോ കുറവുകളോ ഇല്ലാത്ത
മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ സഭയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്നതുപോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി ഇരിക്കുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ മശിഹായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്റെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്നാൽ അത് നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരുപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടു കൂടിയ പ്രഥമ കൽപ്പനയാകുന്നു. ആഹായി പാറിക്കുമോ. ശക്തിയിലും രക്ഷയിലും കൃപയേ. മടക്കത്തോടും ഭയത്തോടും മടക്കത്തോടും ചെവി കൊടുത്ത് നമ്മുടെ മുമ്പാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചന അറിയിപ്പിനെ കേൾക്കണം. പറയ്ക്കുമോ, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടെ ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും ഘോഷിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നിന്ന്. വന്നവനും പരിപാലിക്കുന്നവനും വാഴ്ത്തപ്പെടുവാനാകുന്നു നമ്മുടെ രക്ഷയ്ക്കായി ജനിച്ചവരെ സ്ത്രീകളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാര കാലങ്ങളിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുദമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിൽ എത്തി. ജനസമൂഹങ്ങൾ യേശുദമ്പുരാനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അനന്തരം പരീക്ഷണാർത്ഥം പ്രീശയന്മാർ അടുത്തിയെന്ന് ഏതൊരു കാരണത്താൽ എങ്കിലും ഒരുവന് തന്റെ ഭാര്യയെ പിരിച്ചു വിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുദമ്പുരാനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്തവളെ പിരിച്ചുവിടുവാൻ മോശം കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെയായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാര കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരുത്തിയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ
ജന്മനാ ഷണ്ടന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ടന്മാരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്നവരുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വയ്ക്കപ്പെടുന്ന ശിരസ്സുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. The Kohano soy barishi le kohane vansam sone muhasire dakale laiho nakallo so behno nahi pani nudayon kayya മകുടം ഘോഷമിറങ്ങുന്നു മണവാളനെ ആചാര്യൻ അണിയിക്കും മകുടം രമ്യം. Menschmayo soyahnohi Lughasino yohi klino Dukohno soy barishi Lughasino dashara kaluli lola sayo കർത്താവിനെ നീതിയിൽ കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിന്റെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. Menschmayo soyahnohi Lethal soyo klino The kohno soy barisho മണിനുടയോൻ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയാചാര്യൻ അണിയിക്കും
മകുടം രമ്യം നീതിയും കിരീടവും അക്ഷയഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. പാർക്കുമോർ ഹോശോ വക്കുലസുവാൻ ലോൽമേ. മനുഷ്യ ജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മഷിയ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മഷിയ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലത്ത് കൈവന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടെ ഇരുന്ന് ആകൽ കർസായുടെ വഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്ത് നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽവരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്ന പോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യവാസികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയീമിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായ് മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നതൻ നിങ്ങളെയും
നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാം. ഓശോ ശ്രീവായാലവനാശധനം ഉദ്ധിതമാക്കി പീഡകളാ അടിമ വിടോർത്തി സ്വർഗത്തിൽ പന്തിലെന്നെ നീയേറ്റി. നാളും മാസവുമാണ്ടും ഞാൻ പാപപ്പാടിനുള്ളിൽ പോക്കി നിൻ ജീവധ്വനി കേട്ടപ്പോൾ കണ്ണുകളിൽ ഞാൻ അന്വേഷിച്ചേ. ദമ്പതികൾക്കായി വരവേ വീണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. ഇവരുടെ വായ്കളെ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസങ്ങളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും സ്ലീബായുടെയും വെടിപ്പുള്ള ഏവങ്കല്യോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ, ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമ്മാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമർത്തമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും
അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവേ യേശു മിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർദ്ധിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർദ്ധിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ കടകാലങ്ങളോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യദൈവത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലോത്താൻ ഭാഗ്യമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്ക് രക്ഷിക്കും വേണ്ടി പ്രകാരം സർവ്വത്തിൽ നൽകി വിശുദ്ധമായ ദൈവമാതാവായ ശരീരയായി തീർന്ന മനുഷ്യനായും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സ്തുതിക്കപ്പെടുന്നവരും സംസാരിച്ചതുമായ സ്നേഹിതവുമായ ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ പരിപാലിക്കുന്നതിനെ പുതിയ ജീവിതമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാരിക്കുമോ സ്തോമകാല സൂര്യലായിസോ ആസുരയുടെ രാജമകൾ നിർമ്മലമായ രാജഭാമിനിയോ നിന്റെ കരജന്മോഹിപ്പാൻ ഹല്ലേലൂയ ഹല്ലേലൂയ ജനമോർക്കായ പിതൃഗൃഹം ബാരിക്കുമോ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കോട്ട പാർക്കുമോ Subhola bolem rovel roho kadisho Masihaye karma Nashichoru sahare Mala chira nubrahu Unnata padamere Muyona himelu agara Aleso thanmare ningal Matipikkartavola അടികളെയും തൻ കോപത്തിൻ വടികളെയും
ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ഈ വിവാഹ ഉദാശയെ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തിപ്പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരെയും ആശ്വസിപ്പിക്കട്ടെ. ദൈവമായ കർത്താവെ, ഞങ്ങൾ കുറ്റമുള്ള പ്രാർത്ഥന ഉന്നതമായ അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ. Home, where my heart is full. Oh, where I don't feel away or cold. I see the color through their eyes. Joy of little things in life. I can't fight up in the sky. Joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I see the color through their eyes. The joy of little things in life. I can't fight up in the sky. The joy of little things in life. Wondering why it all feels right. Waking up to tea in my bed. Wondering why no troubles inside. Everything's at ease instead. Wondering why time can fly, no matter how long it be. Wondering why we're in paradise, no other place so happy. I need another paradise. Cause I need another paradise. It's time to welcome to the stage two souls who are about to begin the most beautiful chapter of their life together. With your loudest cheers, happiest smile, and loudest hearts, please join me in inviting our wonderful groom, Mr. Ronan, and our gorgeous bride, Mrs. Pinusha, to make their grand entry. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ നവദമ്പതികളെ ആഘോഷവിധിയിലേക്ക് സ്വാഗതം ചെയ്യാം. Cause I need another paradise. ഇവരെ രണ്ടുപേരും നമുക്കെല്ലാവർക്കും വളരെ നന്നായി അറിയാം. എങ്കിലും ഇന്നത്തെ നമ്മുടെ സെലിബ്രേഷന്റെ ഭാഗമായി ഇവരെ ഒഫീഷ്യലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്റെ കടമയാണ്. The handsome groom, Mr. Ronald Vincent, son of Vincent Thomas and Serena Jacob. കോട്ടയം മെസേജേഴ്സ് കോളേജിൽ നിന്ന് ബാച്ചിലേഴ്സിന് ശേഷം ദുബായിലും ഖത്തറിലുമായി കഴിഞ്ഞ 5 വർഷമായി വർക്ക് ചെയ്യുന്നു. He has been in banking sector as executive manager. And coming to the beautiful bride, Pinusha Marin Binoy, daughter of Binoy PC and late Shirley Martin. She has graduated from Cooperative College of Nursing, Trivandrum. She is currently working as a BSc nurse in
Happy, happy, see ya.
നീ दुपट्टा वाली തൊട്ടാ പാടെ ഉള്ളാകെ ഭോലി ഭാലി കൈയാകെ മിന്നി മിന്നി രംഗ് രംഗോലി കണ്ണാകെ പൂക്കട പൂത്തിരി നീ ദിവാലി കണ്ണിടഞ്ഞുവോ അതിലുലഞ്ഞുവോ ചിരി വിരിഞ്ഞുവോ അതിലലിഞ്ഞുവോ दुपट्टा वाली दुपट्टा वाली തൊട്ടവാടി നീ दुपट्टा वाली ഞാനും നീയും രാവും അമ്പിളിയും മൂടമഞ്ഞും ചൂടിൻ കമ്പിളിയും കാരിൽ പാടും പാട്ടിൻ വരിയാകെ ഞാനോ തേടും നമ്മെ അതിലാകെ പാട്ട് വന്ന് ചൊല്ലുമെന്റെ കാതിലിങ്ങനെ കേട്ട പാടെ ഉള്ളിതെന്റെ പൂത്തതെങ്ങനെ തൊട്ടവാടി दुपट्टा वाली दुपट्टा वाली തൊട്ടവാടി നീ दुपट्टा वाली തൊട്ടാ പാടെ ഉള്ളാകെ ഭോലി ഭാലി കൈയാകെ മിന്നി മിന്നി രംഗ് രംഗോലി കണ്ണാകെ പൂക്കണ പൂത്തിരി ദിവാലി കണ്ണിടഞ്ഞുവോ അതിലുലഞ്ഞുവോ ചിരി വിരിഞ്ഞുവോ അതിലലിഞ്ഞുവോ दुपट्टा वाली दुपट्टा वाली दुपट्टा वाली दुपट्टा वाली दुपट्टा वाली I found you passing by in cold December. Lost in view, but still your face and your gaze I remember. Looking at the diamonds in your eyes, shine in the pale moonlight. We've come so far, looking up above into the sky. Everything just seems so fine. This is our time. Into the night, I feel alive. At 59
sing our days together. Found our names written in the stars forever. Looking back at all that we've been through, a fairy tale come true. I'm there for you, looking up above into the sky. Everything just seems so fine.